ഗോയ്സ് ഇത് ഇയോൺ ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ EPSൻ്റെ ലൈറ്റ് ഷോ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് ഹാർഡാണ്. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ OBD കണക്റ്റോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഗ്നീഷൻ ഓൺ ആക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഉണ്ടാവും. ആ EPSൻ്റെ ലൈറ്റ് ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഇഗ്നീഷൻ ഓൺ ആക്കുക. സിക്സ്റ്റീൻ പിന്ന് ഓക്കെ. ഹെൽത്ത് റിപ്പോർട്ട്. ഒരു പ്രോബ്ലമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. EPSൻ്റെ ഒരു വാണിംഗ് ലൈറ്റും സ്റ്റിയറിംഗ് ഹാർഡുമാണ് പ്രോബ്ലം. സിസ്റ്റം ഫുള്ള് EPSൻ്റെ കോഡ് വന്നിട്ടുണ്ട്. EPS ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ 4 കോഡ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫോൾട്ട് റിപ്പോർട്ട് നോക്കുക. ഇത്രയും റിപ്പോർട്ട് കാണുന്നുണ്ട്. ആദ്യം നമ്മൾ അതിന് ക്ലിയർ DTC ഇറേസ് കൊടുക്കുക. അഗെയിൻ ഒരു കോഡ് ഫോൾട്ട് വന്നിട്ടുണ്ട്. ECU ബ്രേക്ക് സിസ്റ്റം ഹാർഡ്വെയർ എററാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കോഡ് വന്നിരിക്കുന്നത്. ഗോയ്സ് നമ്മളെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിനൊന്നും കുഴപ്പമില്ല, ആ ഒരു ലൈറ്റ് അണയത്തില്ല. ഗോയ്സ് അങ്ങനെ ഫൈനലി എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത് EPSൻ്റെ മോഡ്യൂളാണ്. ഈ മോഡ്യൂളാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. ഈ മോഡ്യൂൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ മോഡ്യൂൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ക്ലിയർ ആവും. ഇത് വർക്കായി തുടങ്ങും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തുടർന്ന് കിട്ടുന്നതാണ്.